ഹലോ, എംബാറ്റ്മൈ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് ഇതായിട്ട് വന്നിരിക്കുന്നത്. കുറേ പേര് ചോദിച്ചു ഫേസ് കാണിക്കുന്നില്ലല്ലോ, ഒക്കെ ഈ ആനിമേഷൻ വീഡിയോസ് ആണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആനിമേഷൻ വീഡിയോ ഒന്നുമല്ല. ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ്സിലൊക്കെ കുറേ പേര് ക്രേസുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബ്രഷുകൾ എന്ന് വെച്ചാൽ പെയിൻറ്റിങ് ബ്രഷസ് എങ്ങനെ യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അത് എല്ലാവരുടെയും ഗുണങ്ങളും അല്ലാതെ എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണത്. അത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രോബ്ലങ്ങൾ നമുക്കൊന്ന് സോൾവ് ചെയ്യണ്ടേ? ഈ സോൾവ് ചെയ്യാൻ നമുക്കൊരു സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സോൾവിങ് ആണ്. സോൾവിങ് എങ്ങനെ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ബ്രഷസ് പരിചയപ്പെടും. ഓക്കെ, അപ്പം ആദ്യം ഇവിടെ മുകളിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ മുകളിലേക്ക് സൈഡിൽ എവിടെയെങ്കിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ പിക്ചേഴ്സിൽ പെയിൻറ്റിങ് ബ്രഷസ് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ താഴെ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ സൈസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മുകളിലോ സൈഡിലോ ആയിട്ട് നമ്മുടെ ബ്രഷസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടാവും. അതിലത്തെ ഫസ്റ്റ് പിക്ചറാണ് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ പെയിൻറ്റിങ്ങിൽ ഏറ്റവും ക്രേസുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് അല്ലെങ്കിൽ മസ്റ്റ് കാര്യമാണ്. അപ്പോൾ ആദ്യത്തേതായിട്ട് വരുന്നതാണ് റൗണ്ട് എന്ന് പറയുന്നത്. ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൗണ്ട് സർക്കിളിലാണ് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ബ്രഷ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ബ്രഷ് ഇതാണ് കേട്ടോ. ആ റൗണ്ട് രീതിയിലുള്ള ബ്രഷാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ബ്രഷ് അത് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്കിൾസ്, ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ബഡ്സ് അതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് ഡിസൈനേഴ്സ്. ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി കിടുക്കച്ചി ബ്രഷാണത്. അത് നമ്മൾ ഡിസൈൻസൊക്കെ കൃത്യമായിട്ടും വരയ്ക്കാനും അത് നമുക്ക് കറക്റ്റായിട്ട് ഡിസൈൻസൊക്കെ വേവാക്കി വരയ്ക്കാനും സൂപ്പറായി കിട്ടും. സെക്കൻഡ് വരുന്നതാണ് റിഗർ എന്നൊക്കെ പറയും. റിഗർ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ റിഗർ എന്ന് പറയുന്ന സമയത്ത് ഈ നമ്മുടെ മറ്റേ ഡിസൈനേഴ്സ് അല്ലേ, അതിനേക്കാളും ഭയങ്കര തിന്നും ഭയങ്കര ലോങ്ങും ആയിട്ടുള്ളതാണ് റിഗർ. ഈ റിഗർ എന്ന് പറയുമ്പോൾ അത് ഡിസൈൻസ് യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പേരൊക്കെ നമ്മൾ ഇങ്ങനെ സൈനൊക്കെ ഇടില്ലേ, ആ സമയത്ത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റിഗർ. നെക്സ്റ്റാണ് വൺ സ്ട്രോക്ക്. വൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലാറ്റ് ടിപ്പ് ഇടയില്ലേ, ഈ ഫ്ലാറ്റ് ടിപ്പിൻ്റെ കുറച്ചും കൂടി മീഡിയം ആയിട്ടുള്ളൊരു മിനിമൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിപ്പത്തിലുള്ള ഒരു ബ്രഷാണ് വൺ സ്ട്രോക്ക് ബ്രഷ്. ഇത് നല്ല യൂസ് ആവുന്നത് ഈ മീഡിയം ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ ക്യാൻവാസ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാ ഈ ഒരു ബോർഡിൻ്റെ അത്ര ഉള്ളൊരു ക്യാൻവാസ്, ഈ ഒരു കാർബോർഡിൻ്റെ അത്ര ഉള്ളൊരു ക്യാൻവാസ്, അതിന് നമുക്ക് ഫുൾ പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെറിയ ബ്രഷ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലങ്ങൾ എടുക്കും തീരെ. അപ്പം അതിനേക്കാളും ഭേദം ഈ ഒരു വൺ സ്ട്രോക്ക് ബ്രഷ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് എന്തിനാണ് ആംഗിൾ. ഇങ്ങനെ ആയിരിക്കും പിക്ചർ വെറുതെ ഇങ്ങനെ വരച്ചിട്ടുള്ള പിക്ചർ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിട്ടുള്ളൊരു ഇതാണ്. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഇങ്ങനെ ഇതുപോലെ തന്നെ ഐറ്റംസുകളാണ്. കൂടുതലായിട്ട് യൂസ് ആവുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫിൽബർട്ട് എന്നാണ് പറയാം. ഫിൽബർട്ട് അത് ഒരു റൗണ്ട് പോലെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഫസ്റ്റ് പോർഷൻ മാത്രം റൗണ്ട്, ബാക്കിയൊക്കെ ഞാൻ ഡൂഡിൽ ഇവിടെ കാണിച്ചു തരാം കേട്ടോ, വരച്ചിട്ട് ഈ സൈഡിൽ ഇങ്ങനെയാണെന്ന്. പിക്ചർ കാണുമ്പം വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ വരച്ചിട്ട് കാണിച്ചു തരാം. നെക്സ്റ്റ് വരുന്നതാണ് അത് നമുക്ക് ഏത് ഞാൻ യൂസ് ചെയ്യാം, ഫ്ലവേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ കൂടുതലായിട്ട് യൂസ് ആവും. നെക്സ്റ്റ് വരുന്നതാണ് വൺ ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സ്ട്രോക്കിൻ്റെ വലിപ്പമായിട്ടുള്ളത്. കുറച്ച് വലിപ്പമുണ്ട്. അപ്പോൾ കണ്ട പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും കുറച്ച് വലിപ്പമുണ്ട്. അത് യൂസ് ആവുന്നത് ഇതുപോലെ തന്നെ മീഡിയം ആയിട്ടുള്ള ഇതുപോലത്തെ കുറച്ചുകൂടി വലിപ്പമുള്ള ക്യാൻവാസിൽ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ കണ്ടില്ലേ മറ്റേ ഫിൽബർട്ട്.
ഈ ഫിൽബർട്ടിനേക്കാളും കുറച്ചും കൂടി വലുപ്പമായിട്ടുള്ളതാണ് മോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റേ മോപ്പ് വേണ്ടിയിട്ടില്ല, ഈ തുടപ്പാന്നൊക്കെ പറയുന്നത് മോപ്പ്. ഈ മോപ്പിൻ്റെ ഒക്കെ എത്രയാണ്, നമുക്കത് ഇങ്ങനെ മറ്റേ ഫ്ലവർ വരയ്ക്കാൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലൗഡുകളൊക്കെ വരയ്ക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് വാഷ് എന്ന് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ കഴുകാണ്. നോ ഗൈസ്, എന്ന് വെച്ചാൽ ഈ സൈഡിൽ കാണാം എന്തൊരു വലിപ്പമെന്നറിയാം ബ്രഷിൻ്റെ നീളം. നമ്മുടെ മറ്റേ എന്താ പേര്, വൺ സ്റ്റോർക്കിനേക്കാളും പിന്നെ വൺ സ്റ്റോർക്കിൻ്റെ വാഷിൻ്റെക്കാളും വളരെ വലുപ്പമായിട്ടുള്ളതാണ് വാഷ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റാണ് ഫാൻ എന്ന് പറഞ്ഞാൽ കാണാം ഇതുപോലത്തെയാണെന്ന് വിചാരിക്കും. നോ ഗൈസ്, ഫാൻ എന്ന് പറയുമ്പോൾ ഈ മറ്റേ റൗണ്ടായിട്ട് ഇങ്ങനെ ആയിട്ടുള്ളൊരു ഡൂഡിൽ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ആയിട്ടുള്ളൊരു ഇതില്ലേ, അതിൻ്റെ ഒരു ചൂല് കണ്ടിട്ടില്ലേ, ആ ചൂലിനെ പോലുള്ളതാണ് ഈ ഫാൻ. അത് നമുക്ക് ഈ ബുഷസൊക്കെ ചെയ്യുമ്പോൾ ഗ്രീൻ കളർ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വരും. അപ്പം അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വൺ സ്റ്റോർക്കിൻ്റെയും മറ്റേ ഇതിൻ്റെയും എന്താ പറയുന്നത്, വൺ സ്റ്റോർക്ക് വാഷ് ക്ലീൻ അതിൻ്റെയും ചെറുതായിട്ടുള്ളതാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ഇത്ര അല്ലെങ്കിൽ ഇത്ര ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ കേൾക്കും റെക്റ്റാങ്കിൾ മനസ്സിലായി. അതൊന്നുമല്ല, റെക്റ്റാങ്കിൾ എന്നല്ല, അതിങ്ങനെ നീണ്ടൊരു ബ്രഷാണ്, പക്ഷെ ചെറുതാണ് കേട്ടോ. അത് നമുക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഇത് ലാസ്റ്റ് വണ്ണാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും നോക്കി വയ്ക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ഫീൽഡ് ബ്രഷ് എന്ന് പറഞ്ഞാൽ പാഡി അല്ല. ഫീൽഡ് ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ബ്രഷിനേക്കാളും ചെറിയ ബ്രഷാണ് ഫീൽഡ് ബ്രഷ്. അതെന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവയെല്ലാം ചെയ്യാം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണേ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.